ശംസുലുമ മരിച്ചതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ തളിപ്പറമ്പിൽ ഒരു സംഭവം ഉണ്ടായത്. പെരുവണ എന്ന് പറയുന്ന സ്ഥലം ചപ്പാരപ്പടവിൽ, പെരുവണ എന്ന് പറയുന്ന ചപ്പാരപ്പടവിൽ ആ പ്രദേശത്ത് നമ്മുടെ ആളുകൾ സ്വാഭാവികമായും ജനറൽ ബോഡിയിൽ കുറച്ചാളുകൾ ചെല്ലും. നമ്മുടെ ദൗർബല്യം, ഒരു ജനറൽ ബോഡി വിളിച്ചാൽ നമ്മൾ കുറച്ചാൾ ചെല്ലും, മറ്റൊരോ 10 ആളുണ്ടെങ്കിൽ ആ 10 ആള് 10 ഇല്ല 11 ആക്കാൻ നോക്കും. അങ്ങനെ ഏത് മഹലിൽ നോക്കും ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവില്ലല്ലോ, ന്യൂനപക്ഷം മാത്രമായിരിക്കും, ന്യൂനപക്ഷമായിരിക്കും. ഈ ന്യൂനപക്ഷം എല്ലാ യോഗത്തിലും സജീവമായിട്ട് വരും. അങ്ങനെ പെരുവണയിലെ മദ്രസ അവർ മുഅല്ലിങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് സിലബസ് മാറ്റി പറ്റുന്നു. സിലബസ് അങ്ങോട്ട് മാറ്റി, സിലബസ് മാറ്റി അവസാനം കുട്ടികൾ പുസ്തകത്തിന് പണം വാങ്ങി വീട്ടിൽ നിന്ന് പുസ്തകം കൊണ്ടുവരുമ്പോഴാണ് പുസ്തകം മാറി ഇവരെ രക്ഷിതാക്കൾ അറിയുന്നത്. അടിയന്തര യോഗം വിളിച്ചു. മഹല്ല് ജനറൽ ബോഡിയിൽ 80% സമത്തെ അംഗീകരിക്കുന്നവരാ, 20% താഴെ മാത്രമേ ഇവരുള്ളൂ. എന്നിട്ട് അവർ യോഗം ചേർന്നിട്ട് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ രഹസ്യമായി മദ്രസ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മഹല്ലത്തിൽ അങ്ങനെ ഒരു പണി അവർ ചെയ്തു. ഭൂരിപക്ഷമാണെങ്കിലോ സമത്വ ചേലാരി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി പഠിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഉടനെ തന്നെ അവർ ഒരു യോഗം ചേർന്ന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി തളിപ്പറമ്പിൽ വന്നു. അന്ന് മുല്ലക്കോയത്തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. PPS മുല്ലക്കോയത്തങ്ങളുടെ തളിപ്പറമ്പിൽ സുന്നി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം തളിപ്പറമ്പിലെ പ്രഗത്ഭനായ ഒരു വക്കീലുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായർ. ഉണ്ണികൃഷ്ണൻ നായർ വീട്ടിലേക്ക് ഇവരും കൊണ്ടുവന്നു. ഉണ്ണീഷൻ നായർ വീട്ടിൽ ചെന്ന് ഇവർ സംസാരിച്ചു. അപ്പൊ ഉണ്ണീഷൻ നായർ കേശവ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മറുപക്ഷം വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ഇതിൽ റിസ്ക് എടുത്തത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മുല്ലക്കോയത്തങ്ങളും അഡ്വക്കേറ്റും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് തിരിച്ചയച്ചപ്പോൾ മുല്ലക്കോയത്തങ്ങൾക്ക് ഒരു മനസ്സിൽ വിഷമമുണ്ടായി. അത് ഇവരോട് കാണിച്ചില്ല. അവരോട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ പയ്യന്നൂരിൽ പോയി വേറെ ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കാം, ഇദ്ദേഹം ഏറ്റെടുക്കുന്നില്ല, വേണ്ട പോട്ടെ എന്നോ. അങ്ങനെ മുല്ലക്കോയത്തങ്ങൾ അന്ന് കിടന്നുറങ്ങി. ഇവർ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ പയ്യന്നൂരിൽ പോകാനുള്ള ഏർപ്പാടാണ്. മുല്ലക്കോയത്തങ്ങൾ കിടന്നുറങ്ങുമ്പോ ബഹുമാനപ്പെട്ടവർ ഈ കാര്യത്തിൽ വളരെ ദുഃഖിതനും പ്രയാസമുള്ളവനുമാണ്. വക്കീൽ ഇത് ഇറക്കി വിട്ടോണ്ട് മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നടത്തിയൊരു പരിശ്രമമാണല്ലോ, അത് വക്കീൽ തള്ളിയല്ലോ. പരിചയം അയാൾക്ക് വിഷമം തീർക്കാൻ വേണ്ടി അദ്ദേഹം ഷെയ്ഖുന ശംസുലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിട്ടാണ് കിടന്നത്. തങ്ങൾ പറഞ്ഞു, ഒരു ഫാത്തിഹ ഓതി കിടന്നു. ശംസുലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി തങ്ങൾ ഉറങ്ങി. പിറ്റേന്ന് സുബൈ നിസ്കരിച്ച് തങ്ങൾ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോൺ വന്നു. വക്കീലിന്റെ വീടും അദ്ദേഹത്തിന്റെ വീടും ആര് വെളിപ്പാടകലെയാണ്, അല്പം പോകാനേ ഉള്ളൂ, തലപ്പറമ്പ് തന്നെ. വക്കീല് വിളിച്ചു, നിങ്ങൾ ഉടനെ വരണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വക്കീലിന്റെ വീട്ടിൽ പോയി. ഇന്നലെ ഞാൻ നിങ്ങളോട് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ ആ കേസ് ഉണ്ടല്ലോ, അതെ, ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, അവിടെ ആ കേസിന്റെ ആളുകളോട് വരാൻ പറ, എന്റെ ഫയൽ കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുല്ലക്കോയത്തങ്ങൾക്ക് ഒരു സംശയം. ഇന്നലെ എന്റെ മുഖത്ത് നോക്കി ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആള് ഇന്നത് ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെന്തോ ചതിയുണ്ടോ എന്ന് പോലും സംശയിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങളോട് ഇരിക്കും, ഞാൻ വിശദം പറഞ്ഞുതരാന്ന് പറഞ്ഞു. വക്കീല് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഇന്നുണ്ടായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, ഞാൻ ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഉറക്കം പിടിച്ച സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് അയാൾ എന്റെ കട്ടിലിൽ ഇരുന്ന് എന്തോ സംസാരിക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി. ഞാൻ ഉണർന്നപ്പോൾ ഒന്നും കാണാനില്ല. ഞാൻ ലൈറ്റ് ഇട്ട റൂമിൽ അങ്ങനെയൊക്കെ പരതി നോക്കി, ഒന്നുമില്ല. തോന്നലായിരിക്കും. ഞാൻ കിടന്ന് ഉറക്കം പിടിച്ചപ്പോഴേക്കും അയാൾ വീണ്ടും വന്നു. ഇത്തവണ എനിക്ക് ഉറപ്പായി ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി, ഉണർന്നു. ഗേറ്റ് വരെ പോയി, ഒന്നുമില്ല. ഭാര്യ അറിഞ്ഞു. ഭാര്യ എഴുന്നേറ്റു. എന്താ നിങ്ങൾ നോക്കുന്നത്? ഇങ്ങനെ ഒരാള് വന്ന വിവരവും സംസാരം ആരംഭിച്ച വിവരവും പറഞ്ഞപ്പോൾ ഭാര്യ കളിയാക്കി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കിച്ച് കുറേ സമയം ഇരുന്നു. എനിക്കാണെങ്കിൽ ഒരു മാനസിക പ്രയാസം, വക്കീൽ പറയാം. അങ്ങനെ അവസാനം വക്കീൽ കുറേ കഴിഞ്ഞപ്പോൾ ഉറക്ക് വന്ന് നന്നായി ഉറങ്ങി. ആ ഉറക്കത്തിൽ ഒരാൾ വന്നു. അയാൾ തന്നെ വന്ന് ബെഡിലിരുന്നിട്ട് നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ വക്കീലിനോട് സംസാരിച്ചു. അത്രേ ചില കേസിന്റെ പോയിന്റുകളും നമ്മുടെ സംഘടനാപരമായ കുറച്ച് കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കേസ് ഞാൻ ഏറ്റെടുക്കണം. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനം തന്നിട്ടാണ് അയാൾ പോയത്. അതുകൊണ്ട് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു. ഉടനെ തന്നെ മുല്ലക്കോയത്തങ്ങൾ ചോദിച്ചു, ഈ ആള് വന്നു, 3 തവണ വന്നു ഒക്കെ പറഞ്ഞ്, ഈ ആളാരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ വക്കീൽ പറഞ്ഞു, ഞാൻ ആ വെപ്രാളത്തിൽ ആളെ പേര് ചോദിക്കാൻ മറന്നുപോയി, എനിക്കാളെ രൂപം ശരിക്കും അറിയാന്ന് പറഞ്ഞു. അവ രൂപം പറഞ്ഞു കൊടുത്തത് നീളക്കുപ്പായം, കള്ളിമുണ്ട്, ഒരു പ്രത്യേക വട്ടക്കെട്ട്, രുദ്രാക്ഷമാല പോലത്തെ കറുത്തൊരു മാലയുണ്ട്, ഒരു വടിയുണ്ട് കയ്യിൽ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഏതാണ്ട് മുല്ലക്കോയത്തങ്ങൾക്ക് ബോധ്യമായി. മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ അവിടുന്ന് എഴുന്നേറ്റു. വേഗം മുല്ലക്കോയത്തങ്ങൾ കുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജിൽ പോയിട്ട് സമത്വ വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ച വലിയൊരു സ്മരണിക ഉണ്ട്, ഷെയ്ഖുനായുടെ ഏറ്റവും വലിയ സ്മരണിക. ആ സ്മരണികയിലെ 2 പേജ് മറിച്ചാൽ ഒരു കളർ ഫോട്ടോ ഉണ്ട് ഷെയ്ഖുനായുടെ. ഈ പുസ്തകം കൊടുത്തിട്ട് വക്കീലിന് കാണിച്ചു. ഇയാളെയാണോ നിങ്ങൾ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചു. ആ ഫോട്ടോ കണ്ട ഉടനെ വക്കീൽ ഇരിക്കുന്നത് അറിയാതെ എഴുന്നേറ്റുന്നാണ്. ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടത്, ഇയാളാണ് 3 തവണയും വന്നത്, എനിക്ക് ഈ കാര്യമൊക്കെ പറഞ്ഞു തന്നത്. ഈ വിവരം ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ നേരിട്ട്
എന്നെ വിളിച്ചു പറഞ്ഞു സുന്നി അഫ്കാർ വാരികയിൽ ഒരു കുറിപ്പ് എഴുതാൻ. ഞാനത് വിശ്വസിച്ചില്ല എന്ന് ഞാൻ പറയുന്നത് തെറ്റല്ലേ, പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തങ്ങളെ ഞാൻ അവിടെ വരാൻ വക്കീലിന്ന് കാണണം എന്ന് പറഞ്ഞു. നേരിട്ട് ഞാൻ തളിപ്പറമ്പ് ചെന്ന് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച കാര്യം പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇത് പറയാൻ എനിക്കൊരു മടിയില്ല, ഒരു കെട്ടുകഥയല്ല. നേരെ തളിപ്പറമ്പിൽ ചെന്ന് മുല്ലക്കോയ തങ്ങളെയും കൂട്ടി ഞാൻ വക്കീലിന്റെ വീട്ടിൽ ചെന്നു. ബെല്ലടിച്ചപ്പോ വക്കീലിന്റെ ഭാര്യ വന്ന് ഡോറ് തുറന്നു. 2 മണി സമയം, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. നിരാശരായി മടങ്ങാൻ നിൽക്കുമ്പോൾ വക്കീലിന്റെ ഭാര്യ മുല്ലക്കോയ തങ്ങൾ അറിയും, നാട്ടുകാരല്ലേ, തങ്ങളാണോ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചോടത്തി കൊണ്ടുവന്നു. ഇയാൾ ഉറക്കച്ചടവോടുകൂടി ഒരു കൈലിമുണ്ടും ധരിച്ച് ഒരു നല്ല സ്വർണ്ണമാലയൊക്കെ തൂക്കിയിട്ട് നല്ല ആചാനുബാഹുവായ മനുഷ്യൻ ഷർട്ട് ധരിക്കാതെ ഇങ്ങനെ പൂമുഖത്ത് വന്ന രംഗപ്പോഴും എന്റെ മുന്നിലും കാണുന്നുണ്ട് ഞാൻ. അയാൾ വന്ന് കസേരയിൽ നിന്ന് ഇരിക്കാൻ പറയും. എന്തിനാ വന്നതെന്ന് ചോദിച്ചു.